ജിദ്ദയിൽ ഫ്ളാറ്റിന് മലയാളിയായ അച്ഛനും മകനും മരിച്ചു. കാളികാവ് ചോക്കോട് എരയച്ചൻ തൊടുക പൂങ്കുഴി നാണി ഹാജിയുടെ മകൻ മൊയ്തീൻ കുട്ടി, മകൻ മുഹമ്മദ് ഷബാബ് എന്നിവരാണ് മരിച്ചത്. ജിദ്ദ ബ്യൂറോയുടെ റിപ്പോർട്ട്. താമസിച്ചിരുന്ന ഷർഫിയയിലെ ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ പുക ശ്വസിച്ചാണ് മൊയ്തീൻ കുട്ടിയും മകൻ മുഹമ്മദ് ഷബാബും മരിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിക്കായിരുന്നു അപകടം. ഇവരുടെ കൂടെയുണ്ടായിരുന്ന ചോക്കാട് സ്വദേശി ഹംസ, റിയാദിൽ നിന്നും സന്ദർശകനായി എത്തിയ ഗഫൂർ എന്നിവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. താമസിച്ചിരുന്ന മുറിയുടെ ഹാളിൽ ഫ്രിഡ്ജിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുകയായിരുന്നു. വസ്ത്രങ്ങളിലേക്ക് തീപടർന്ന് പുക ശ്വസിച്ചാണ് ഇരുവരുടെയും മരണം. പുക നിറഞ്ഞ മുറിയിൽ നിന്നും മൊയ്തീൻ കുട്ടിക്കും മുഹമ്മദ് ഷബാബിനും രക്ഷപ്പെടാനായില്ല. ഉറങ്ങുമ്പോൾ പ്രധാന വാതിലടച്ച ശേഷം താക്കോൽ അകത്തു സൂക്ഷിച്ചു വെക്കുന്നതും വൈദ്യുതി നിലച്ചതും ദുരന്ത കാരണമായി. മൃതദേഹങ്ങൾ മഹ്ജർ കിങ് അബ്ദുൽ അസീസ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. മൊയ്തീൻ കുട്ടിയും ഷബാബും ജിദ്ദ തഹ്ലിയ റോഡിൽ സഹിദ് ട്രാക്ടർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. മൊയ്തീൻ കുട്ടി 3 മാസം മുമ്പാണ് അവധി കഴിഞ്ഞ് നാട്ടിൽ നിന്നെത്തിയത്. ഭാര്യ സുലേഖ, ഷബാബിനെ കൂടാതെ 2 ആൺകുട്ടികളും 3 പെൺമക്കളുമുണ്ട്. ഷബാബ് 4 ദിവസം മുമ്പാണ് നാട്ടിൽ നിന്നെത്തിയത്. മൃതദേഹങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് മൊയ്തീൻ കുട്ടിയുടെ സഹോദരൻ മൂസക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ജിദ്ദ. സൗദിയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ സമയം ആഴ്ചയിൽ 40 മണിക്കൂറായി നിജപ്പെടുത്തുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ ഓഫീസിൽ നിന്ന് സൗദി ഹുറ കൌൺസിലിനോട് നിർദ്ദേശിച്ചു. സൗദി അറേബ്യയിൽ വിദേശി തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയ ലെവിക്കെതിരെ റിയാദിലെ വ്യവസായ സമൂഹം ഫത്വയെ സമീപിക്കുന്നു. റിയാദ് ചേംബർ ഓഫ് കൊമേഴ്സ് കോൺട്രാക്ടിംഗ് കമ്പനി ലെവിക്കെതിരെ ഫത്വ സമിതിയെ സമീപിക്കാൻ തീരുമാനമെടുത്തു. ദമാം ബ്യൂറോയുടെ റിപ്പോർട്ട്. തൊഴിലാളികളുടെ അധ്വാനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയ ലെവി നിഷിദ്ധമെന്ന് സംശയിക്കുന്നതിനാലാണ് ഇതിനെതിരെ ചേംബർ ഓഫ് കൊമേഴ്സ് ഇസ്ലാമിക് റിസർച്ച് ആൻഡ് ഫത്വ സമിതിയെ സമീപിക്കുന്നത്. രാജ്യത്തെ മിക്ക കോൺട്രാക്ടിംഗ് കമ്പനികളും സർക്കാരുമായി വിവിധ കരാറുകളിൽ ഏർപ്പെട്ടവയാണ്. ലെവി തീരുമാനം കമ്പനികൾക്ക് നഷ്ടം വരുത്താനാണ് സാധ്യത. ഇങ്ങനെ നഷ്ടം വരുന്ന സാഹചര്യത്തിൽ ലെവി ഉത്തരവിനെതിരെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ദീവാനുൽ മദാലിമിനെ സമീപിക്കാനാണ് വ്യവസായികളുടെ തീരുമാനം. ഉത്തരവിനെതിരെ സൗദി ഭരണാധികാരി അബ്ദുള്ള രാജാവിനെയും സമീപിക്കുമെന്ന് വ്യവസായികൾ വ്യക്തമാക്കി. ലെവി നടപ്പാക്കുന്നത് മന്ത്രിസഭയുടെ തീരുമാനപ്രകാരമാണെന്ന് വാദിക്കുന്ന തൊഴിൽ മന്ത്രാലയം, പക്ഷേ മന്ത്രിസഭയുടെ തൊഴിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു തീരുമാനങ്ങൾ നടപ്പാക്കാൻ വിമുഖത കാണിക്കുകയാണെന്ന് വ്യവസായികൾ ആരോപിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ദമാം. സ്കൈവാക്കിന്റെ റിയാദ് ലോഞ്ചിംഗ് റിയാദ് പാലസ് ഹോട്ടലിൽ വെച്ച് നാളെ വൈകിട്ട് 7 മണിക്ക് നടക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ TC അഹമ്മദ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിലാണ് ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. 2013 ജൂൺ 24-ന് സ്കൈവാക്ക് പ്രവർത്തനം ആരംഭിക്കും. ബിസിനസ് ലോഞ്ചാണ് റിയാദ് പാലസ് ഹോട്ടലിൽ വെച്ചിട്ട് നാളെ വൈകിട്ട് 7 മണിക്ക്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ആദ്യമായി ക്ഷണിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഈ പത്രസമ്മേളനം വെച്ചിരിക്കുന്നത്. റിയാദിലുള്ള വർക്ക് സ്റ്റാർട്ടായി. നമ്മൾ റിയാദിലുള്ള ലോഞ്ച്, റിയാദിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം വരികയാണ്. മാർക്കറ്റിംഗ് ലോഞ്ച്, അതെ, ബിസിനസ് മീറ്റാണ് നാളെ നടക്കുന്നത്. റിയാദിൽ ഞങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങളിവിടെ ന്യൂ കമേഴ്സാണ്, ഞങ്ങൾക്ക് ഇവിടെ അറിയില്ല ഒന്നും. ഞങ്ങളിവിടെ സപ്പോർട്ട് ചെയ്യുന്നത് ഒന്ന് ഞങ്ങളുടെ നാട്ടിലെ ഫ്രണ്ടായ നേരറിവ് മാസികയുടെ സൗദിയിലെ വിതരണോദ്ഘാടനം ദമാമിൽ നടന്നു. സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും കവിയുമായ രാവുണ്ണിയാണ് മാസികയുടെ പത്രാധിപർ. ഇഫ്തിഖർ കൊർമത്തിന് ആദ്യ പ്രതി നൽകിക്കൊണ്ട് മാസികയുടെ സൗദിയിലെ വിതരണോദ്ഘാടനം രാവുണ്ണി നിർവഹിച്ചു. OICC പ്രസിഡന്റ് PM നജീബ്, PA നൈസാം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹൃദയാഘാതം മൂലം സൗദിയിലെ അൽഹസയിൽ മരണപ്പെട്ട പാലക്കാട് കൊല്ലംകോട് സ്വദേശി ചെങ്കമ്പട്ട KA ജഹാംഗീറിന്റെ മൃതദേഹം മസ്രോയയിലുള്ള ഖബറിസ്ഥാനിൽ മറവു ചെയ്തു. ഈ മാസം 3-ാം തീയതിയാണ് ജഹാംഗീർ മരണമടഞ്ഞത്. സൗദിയിൽ വാഹനാപകട കേസിൽ ജയിലിലായിരുന്ന ആലപ്പുഴ ഹരിപ്പാട് മുട്ടം സ്വദേശി സോമശേഖരൻ 1 വർഷവും 4 മാസവും നീണ്ട ജയിൽവാസത്തിനൊടുവിൽ നവോദയയുടെ ഇടപെടലിലൂടെ പുറത്തിറങ്ങി. ദമാമിൽ 2010-ൽ ഉണ്ടായ അപകടത്തിൽ പാകിസ്ഥാൻകാരൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് സോമശേഖരൻ ജയിലിലായത്. നാട്ടിലുള്ള കുടുംബത്തിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് നവോദയ സാംസ്കാരിക വേദി ഇടപെട്ട് സൗദി പൗരന്റെ ജാമ്യത്തിൽ പുറത്തിറങ്ങുകയായിരുന്നു.